കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു പരാതിക്കടിസ്ഥാനമായ സംഭവം. ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്ന സർജറി താൽക്കാലിക ജീവനക്കാരനായ അരുൺ മൊബൈലിൽ പകർത്തുന്നത് ഡ്യൂട്ടി ഡോക്ടറുടെയും മറ്റ് ജീവനക്കാരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. വിവരം സൂപ്രണ്ടിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 30 ദിവസത്തേക്ക് അനസ്തേഷ്യ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തത്. ഇതിനു മുൻപും ഇയാളെ സമാനമായ വിഷയത്തിൽ കണ്ടെത്തി ശിക്ഷിച്ചിരുന്നു. ആശുപത്രി വികസന സമിതി മുഖേനയാണ് ടെക്നീഷ്യൻ ഇവിടെ നിയമിതനായത്. എന്നാൽ താൻ ആശുപത്രിയിൽ ഉണ്ടെന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വീഡിയോ കോൾ ചെയ്തെന്നാണ് അരുൺ അധികൃതർക്ക് നൽകിയ വിശദീകരണം. അന്വേഷണത്തിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നീത എസ് നായർ പറഞ്ഞു. അതേസമയം ഗുരുതരമായ കുറ്റകൃത്യം കൈയോടെ പിടികൂടിയിട്ടും താൽക്കാലിക ജീവനക്കാരൻ മാത്രമായ ഇയാളെ വീണ്ടും ഇത്തരത്തിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഭാഗമായിട്ടാണെന്നുള്ള ആരോപണമാണ് മറ്റ് ജീവനക്കാർ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.